നമസ്കാരം, ഞാൻ സിയാദ് ഇലിക്കൽ. എല്ലാ ഞായറാഴ്ചയുള്ള മാർക്കറ്റ് ഔട്ട്ലേക്ക് നമുക്ക് കിടക്കാം. സ്പോൺസർഡ് ബൈ ഡെൽറ്റ എക്സ്ചേഞ്ച്, ലീഡിംഗ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 25,000 കോടി രൂപയ്ക്ക് മുകളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തി. മിക്സഡ് ആയിട്ടുള്ള IT റിസൾട്ടാണ് നമുക്ക് വന്നത്. എന്നാൽ ഏറ്റവും വലിയ ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനിയായിട്ടുള്ള റിലയൻസിൻ്റെ മികച്ച റിസൾട്ട് വന്നിട്ട് കൂടിയും വെള്ളിയാഴ്ച ദിവസം നിഫ്റ്റി 100 പോയിൻറ്റ് റെഡിൽ ക്ലോസ് നടത്തി. ഇസ്രായേൽ ഹമാസ് സീസ് ഫയർ അംഗീകാരം, US മികച്ച ഇൻഫ്ലേഷൻ ഡേറ്റ, ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് തിരികെ വരുന്നത്, അവിടെയുള്ള മികച്ച Q4 ഫലങ്ങളെല്ലാം തന്നെ US മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച മികച്ച രീതിയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്ത്യയിലെ മികച്ച ഇൻഫ്ലേഷൻ ഡേറ്റയും മറ്റുള്ള കാരണങ്ങളും ഒന്നും തന്നെ ഇവിടെ വിലപ്പോയില്ല. വീണ്ടും ഇവിടെ സെൽ ഓഫ് തന്നെയാണ് ഉള്ളത്. കൂടാതെ തന്നെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ട് നമുക്ക് നോക്കാം. തിങ്കളാഴ്ച നല്ലൊരു ഗ്യാപ്പ് അപ്പ്, അതിനുശേഷം ഒരു ഇടിവ്, 23,080 സപ്പോർട്ട്, വീണ്ടും ഒരു ഗ്യാപ്പ് അപ്പ്, കൺസോൾട്ടേഷൻ, വ്യാഴാഴ്ച ഒരു ഗ്യാപ്പ് അപ്പ്, വെള്ളിയാഴ്ച എല്ലാം അവസാനിച്ചു. മാർക്കറ്റ് ഫ്ലാറ്റായ രീതിയിലാണ്. തിങ്കളാഴ്ച എവിടെയാണ് മാർക്കറ്റ് തുടങ്ങിയത് അവിടെ തന്നെ വെള്ളിയാഴ്ച ദിവസം വ്യാപാരം അവസാനിപ്പിച്ച നിലയിലാണ് ഇന്ത്യൻ മാർക്കറ്റ്. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോഴോ നാസ്ഡാക്കും ഡോയും ഏറ്റവും താഴെ കാണാം ശക്തമായ റാലി. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും അതിശക്തമായ റാലി. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി അടുത്ത ഡേറ്റയാണ് നമ്മൾ നെറ്റിപ്പിക്കുന്നത്. FIS DAS ആക്ടിവിറ്റീസ്. FIS കാണാം എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ് 25,000 കോടി രൂപയ്ക്ക് മുകളിൽ അവർ സെല്ല് നടത്തി. അതുമാത്രമല്ല വലിയ ഫിഗറുകളാണ്. തിങ്കളാഴ്ച ദിവസം 4,800, അടുത്ത ദിവസം 8,100, അതിന് ശേഷം ബുധനാഴ്ച 4,500. DAS കാര്യമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും മാർക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർ ഒറ്റയ്ക്ക് മാത്രം പരിശ്രമിച്ചാൽ പോരല്ലോ. DAS കാണാം എല്ലാ ദിവസവും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഇനി ഈ ഒരാഴ്ചയിലെ പ്രധാന ഗ്ലോബൽ ഈവൻറ്റിലേക്ക് വരാണെങ്കിൽ US മാർക്കറ്റ് മാർട്ടിൻ ലൂതർ കിങ് ഡേ ആയതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം അവധി. തിങ്കളാഴ്ച ദിവസം ജർമ്മനിയിലെ PPE ഡേറ്റ, ചൊവ്വാഴ്ച ദിവസം ജർമ്മനിയിലെ ന്യൂ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ്, UK ഏണിങ്, ജനുവരി 22 US 20 ഇയർ ബോണ്ട് ഓപ്ഷൻ, അതിനുശേഷം ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, ഹോം സെയിൽസ്, ഇന്ത്യയിലെ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMIs എല്ലാം തന്നെ ഉണ്ട്. ഇത് നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ ലഭ്യമാണ്. ട്രേഡ് ബഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവിഡൻഡ്, IPO, റിസൾട്ട് കലണ്ടർ, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, എല്ലാ ഇൻഫർമേഷൻസും ഒരൊറ്റ കുടക്കീഴിൽ ട്രേഡ് ബഡിയിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. ട്രേഡ് ബഡി നമ്മളുടെ സ്വന്തം ഇൻ ഹൗസ് വെബ്സൈറ്റാണ്. ട്രേഡേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് അവിടെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ വരുമ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് അടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ടെലകോം മേഖലയിൽ ഈ ഒരു 5G സ്പെക്ട്രത്തിൻ്റെ എല്ലാം തന്നെ പേയ്മെൻറ്റുകളിൽ വേ ഓഫ് ചെയ്തേക്കാമെന്നുള്ള ന്യൂസ് ഐഡിയ, എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് അത് ശ്രദ്ധാകേന്ദ്രമാകും. റുപ്പീസ് ക്രാഷ് ആയിട്ടുണ്ട്. ഫോറിൻ റിസർവ് എല്ലാം തന്നെ 10 മന്ത് ലോയിലാണ് ഉള്ളത്. ക്രൂഡ് ഉയരുന്നുണ്ട്. അതാണ് ഇന്ത്യൻ മാർക്കറ്റിന് വലിയൊരു വെല്ലുവിളി ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് കമ്പനികളുടെ ന്യൂസിലേക്ക് വരാം. അതിനു മുമ്പ് ഡിവിഡൻഡ് ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ റെക്കോർഡ് ഡേറ്റ് ജനുവരി 21 ഏഞ്ചൽ 1 11 ഡിവിഡൻഡ്, ഹാവൽസ് 4 ഡിവിഡൻഡ്, മാസ്റ്റർക്ക് 7 ഡിവിഡൻഡ്, വാരിസ് റിന്യൂവൽ 1 ഡിവിഡൻഡ്, സൈമൺസ് 12 ഡിവിഡൻഡ്. ഇതും നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ വാർത്തകളിലേക്ക് പോകാം. ഈ വരുന്ന ഞായറാഴ്ച, അതായത് അടുത്ത ഞായറാഴ്ചയാണ് കൊച്ചി ഓഫീസിൽ വെച്ചിട്ടുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ള ആളുകൾ ഫസ്റ്റ് കമൻറ്റിൽ നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. കുറഞ്ഞ സീറ്റ് മാത്രമാണ് ഉള്ളത്. കൊട്ടാക് ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. കൊട്ടാക് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 10% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. RBL ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് എന്നാൽ 86% ഇയർ ഓൺ ഇയർ ഇടിഞ്ഞു. ICICI ലോംബാർഡ് ഇൻഷുറൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 67% ഇയർ ഓൺ ഇയർ ഉയർന്നു. കാൻഫിൻസ് ഹോംസ് നെറ്റ് പ്രോഫിറ്റ് 6% ഇയർ ഓൺ ഇയർ ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 4% ഉയർന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് CFO റിസൈൻ ചെയ്യുന്നു. ഡെപ്യൂട്ടി CEO അരുൺ ഈ ഒരു CFO ആയിട്ട് നിയമിതനായി. പവർ ഗ്രിഡ് കമ്പനി 42% സ്റ്റേക്ക് ക്രോസ് ബോർഡർ പവർ ട്രാൻസ്മിഷന് 15 കോടി രൂപക്ക് അക്യൂർ ചെയ്തു. JMR എയർപോർട്ട് കമ്പനി
നമ്മുടെ എയർ ട്രാഫിക്കുകളെല്ലാം തന്നെ 9% ഉയർന്നു. റാലീസ് ഇന്ത്യ കമ്പനി Q2 നെറ്റ് റിസൾട്ട് വന്നു. Q3 റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 54% ഇടിഞ്ഞു. L&T മൈൻഡ്ട്രീ കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് അവർ ശക്തിപ്പെടുത്തുമെന്ന് കമ്പനി അറിയിച്ചു. രാമകൃഷ്ണ ഫോർജിൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 15% ഉയർന്നു. അശോക് ലെയ്ലാൻഡ് കമ്പനി ലൈറ്റ് വെയ്റ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സാത്തി എന്ന് പറഞ്ഞ പേരിൽ ഇവർക്കൊരു ഓൾറെഡി തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതവർ ആ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ചെന്നൈ പെട്രോളിയം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 94% ഇടിഞ്ഞു. 630 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ഹിറ്റാച്ചി എനർജി കമ്പനി 4200 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. സിഗാച്ചി ഇൻഡസ്ട്രീസ് കമ്പനി 16 നിന്ന് 21 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. വിപ്രോ നെറ്റ് പ്രോഫിറ്റ് 24% ഉയർന്നു. ടെക്കം നെറ്റ് പ്രോഫിറ്റ് 92% ഉയർന്നു. ഇന്ത്യൻ ഹോട്ടൽ നെറ്റ് പ്രോഫിറ്റ് 33% ഉയർന്നു. TVS മോട്ടോഴ്സ് ഇവർ ഹുണ്ടായി ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. TD പവർ 57 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ന്യൂസുകൾ പരമാവധി വേഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ആർക്കും തന്നെ സമയമില്ല. വേഗത്തിൽ പറഞ്ഞു പോകുന്നതാണ് ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ കഴിഞ്ഞ വർഷത്തെ ഫിഗറിൻ്റെ ആ ഒരു പെർസെൻറ്റേജാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞായറാഴ്ച ദിവസം എൻജോയ് ചെയ്യുക. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. നമ്മുടെ ന്യൂസ് ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗ്ലോബൽ, ലോക്കൽ ന്യൂസുകൾ, ഈവൻറ്റുകൾ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ഇത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ സമയത്തിനുള്ളിൽ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് വലിയ സമയമാണ്. അത് ഓർമ്മിക്കുക. താങ്ക് യു.